മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. ഞാൻ ദേവിക്ക് ഒരു വഴിപാട് നേർന്നിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചത് ദേവി നടത്തി തരികയും ചെയ്തു. പക്ഷെ ഓരോ തിരക്ക് കാരണം വഴിപാട് നടത്താൻ ഞാൻ മറന്നുപോയി. വഴിപാട് നേർന്നിട്ട് അത് ചെയ്തില്ലെങ്കിൽ ഈശ്വരന്മാർ മുഷിയും. ഇത് എന്റെ അമ്മയും പറയാറുണ്ട്. അയ്യോ, ഉമ്മയാരാ മാഡം? മാഡത്തിന്റെ മോളാണോ? മോളല്ല, അമ്മ. മാഡത്തിന്റെ അമ്മ എവിടെയാ? ഇവിടെ. എവിടെ? ഈ ശ്രീകോവിലിൽ. ദേവിയോ? ദേവിയുടെ പേരിലാണോ മാഡം വഴിപാട് കഴിപ്പിക്കുന്നേ? അതെന്താ ദേവിയുടെ പേരിലെ വഴിപാട് കഴിപ്പിക്കുന്നേ? എത്തിയോ? വളരെ വൈകിയല്ലേ മാഡം ഇന്ന് അന്നദാനം നടത്തണമെന്ന് വിളിച്ചു പറഞ്ഞത്? പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് പാചകക്കാരെ കിട്ടുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്. ദേവിയുടെ കൃപ എന്ന് തന്നെ കൂട്ടിക്കോളൂ. പാചകക്കാർ പാചകപ്പുരയിൽ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഏത് പാതിരാത്രിയിൽ വിളിച്ചു പറഞ്ഞാലും തിരുമേനി എങ്ങനെയെങ്കിലും നടത്തി തരുമെന്ന് എനിക്കറിയില്ലേ. ശരി. മാഡത്തിന്റെ വക ഇന്നിവിടെ അന്നദാനം ഉണ്ടോ? ഇന്നെന്താ വിശേഷം? ഇവിടുത്തെ ദേവിയെക്കുറിച്ച് അറിയോ പാർവതിക്ക്? ഇല്ല, ഞാനിവിടെ ആദ്യമായിട്ടല്ലേ വരുന്നേ. ഇത് ഉമാമഹേശ്വരി ക്ഷേത്ര. പക്ഷേ മഹേശ്വരനേക്കാൾ ഉമയ്ക്ക ഇവിടെ പ്രാധാന്യം. പാർവതിക്ക് ആരെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടോ? പഴയ കൂട്ടുകാരിയോ, നാട് വിട്ടുപോയ കൂടപ്പിറപ്പുകളോ, പിണങ്ങിപ്പോയ ബന്ധുക്കളോ, അതാരായാലും ദേവി അയാളുടെ മുന്നിൽ എത്തിച്ചു തരുമെന്നാ വിശ്വാസം. സത്യം? ഞാനത് പരീക്ഷിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെയാ വിശ്വാസം. ധാരാളം അനുഭവസ്ഥർ ഉണ്ടെന്നാ പറയാറ്. വേണമെങ്കിൽ പാർവതി ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ. കാർത്തിക്, നമ്മൾ എന്തിനാ ഇന്ന് അമ്പലത്തിൽ വന്നത്? നീ പറഞ്ഞിട്ടല്ലേ? അതെ, ഇന്നത്തെ ദിവസം ഞാൻ എന്തിനാ അമ്പലത്തിൽ വരണമെന്ന് പറഞ്ഞത്? എന്തായാലും അവളുടെ ബർത്ത്ഡേ അല്ല, അത് അടുത്ത മാസം 16-നല്ലേ. പിന്നെന്തായിരിക്കും? പറ, എന്താ വിശേഷം? എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. നീ തന്നെ പറ. നിന്നെ പ്രേമിച്ചു കെട്ടി എന്നെ പറഞ്ഞാ മതിയല്ലോ. എന്നെ ഇഷ്ടമാണെന്ന് നീ ആദ്യമായിട്ട് പറഞ്ഞത് ഈ ദിവസം ജൂൺ 30. ഓർമ്മയുണ്ടോ? അതായിരുന്നോ? നമ്മൾ ആദ്യമായി പരിചയപ്പെട്ടത് മുതൽ ഈ നിമിഷം വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. നിനക്കൊന്നും ഓർമ്മയില്ല. ഓ സോറി സോറി സോറി. ഒരു 10,000 സോറി. സോറി പറഞ്ഞാലൊന്നും എന്റെ പിണക്കം മാറില്ല. പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഇന്ന് ഞാൻ ആവശ്യപ്പെടുന്ന എല്ലാം നീ എനിക്ക് വാങ്ങി തരണം. ഏറ്റു. നീ വാ. മാഡം, ആ ചേട്ടൻ എന്തിനാ ശ്രീകോവിലിന് മുന്നിൽ വന്നു നിന്ന് ആ ചേച്ചിയുടെ തലയിൽ പൂ ചൂടിക്കൊടുക്കുന്നത്? ഇത് ഉമാമഹേശ്വര ക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഉമാമഹേശ്വരന്മാരുടെ മുന്നിൽ വെച്ച് ഭർത്താവ് ഭാര്യയുടെ മുടിയിൽ പൂ ചൂടിക്കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ എന്നും ആ സ്നേഹവും സന്തോഷവും നിലനിൽക്കുമെന്ന വിശ്വാസം. വാ, പ്രദക്ഷിണം വയ്ക്കും. എനിക്കും പൂ വേണം. തൊഴുതു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ വാങ്ങിത്തരാം. പറ്റില്ല, ഇപ്പൊ തന്നെ വാങ്ങിത്തരണം. ആ ചേട്ടൻ ആ ചേച്ചിക്ക് മുടിയിൽ വെച്ചു കൊടുത്ത പോലെ എന്റെ മുടിയിൽ വെച്ച് തരാൻ വേണം. സ്വാതി, ഞാൻ ആവശ്യപ്പെടുന്ന എല്ലാം വാങ്ങിത്തരാന്ന് എനിക്ക് വാക്ക് തന്നതാ. ഇനി അതിന് പിണങ്ങണ്ട, ഞാൻ പോയി വാങ്ങിക്കൊണ്ടുവരാം.
എന്തുപറ്റി? മാഡം കണ്ണിൽ പൊടി പോയി. എവിടെ നോക്കട്ടെ. പോയോ? പോയി. ഇനി നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണം. നെയ്വിളക്ക് അവിടെ കിട്ടും. വാ. അയ്യോ അയ്യോ. അയ്യോ. കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് അവിടെ ഇരുത്താം. വാ. ഇരിക്കും. മോൾ ഇവിടെ ഇരിക്കും. ചേച്ചി ഒറ്റയ്ക്കാണോ തൊടാൻ വന്നേ? അല്ല, എന്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. പൂ വാങ്ങാൻ പോയിരിക്കുക. എനിക്ക് തൊണ്ട വരളുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല. പേടിച്ചിട്ടാ. ചേച്ചി ചേട്ടന്റെ നമ്പറിലേക്ക് ഫോൺ വിളിച്ചിട്ട് എനിക്ക് താ, ഞാൻ പെട്ടെന്ന് വരാൻ പറയാം. മിനിറ്റ് വൈകുന്നതിനെ വിളി. തലേ ചൂടാൻ പൂവും വേണം, വാങ്ങാനുള്ള സമയം തരില്ല. കോൾ എടുത്താ ശരിയാവില്ല. ഫോൺ എടുക്കുന്നില്ല. ചേച്ചി, ഈ ആഭരണങ്ങളൊക്കെ എവിടുന്ന് വാങ്ങിയതാ? എന്തിനാ പാർവതി? അവിടെ പോയി ഇതുപോലത്തെ വാങ്ങാനാണോ? എനിക്ക് അതിനൊന്നുള്ള കഴിവില്ലെന്ന് മാഡത്തിന് അറിയില്ലേ? എന്റെ ചേച്ചിക്ക് വേണ്ടി ഞാനും അച്ഛനും കൂടി ഇതുപോലുള്ള ആഭരണങ്ങളാ വാങ്ങിയത്. കാണാൻ ഇത് തന്നെ. ഇത് കണ്ടപ്പോ എനിക്കതാ ഓർമ്മ വന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. എവിടെ നിന്ന് വാങ്ങിയതാണെന്ന് എനിക്കറിയില്ല. എന്റെ കല്യാണത്തിന് ഹസ്ബൻഡ് തന്നതോ? കല്യാണത്തിന് ഭർത്താവ് തന്നതോ? കല്യാണത്തിന് ചേച്ചിയുടെ വീട്ടുകാരല്ലേ സ്വർണം തരേണ്ടത്? എന്റെ കല്യാണം നടത്തിയത് എന്റെ വീട്ടുകാരൊന്നുമല്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ വീട്ടുകാർ പോലും അറിയുന്നത്. മനസ്സിലായി. ചേച്ചി ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതാ അല്ലേ? ചേട്ടനെന്താ ജോലി? ഇപ്പൊ ജോലിയൊന്നുമില്ല. ജോലി ആകുന്നത് വരെ കാത്തിരുന്ന എന്റെ വീട്ടുകാരെന്നെ മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കുന്ന മനസ്സിലായപ്പോ ഒന്നും നോക്കാതെ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചു. ജോലിയില്ലാതെ എങ്ങനെയാ ജീവിക്ക? ജോലിയില്ലെന്ന് വെച്ച് വെറും കൈയോടെ ഒന്നും അല്ല പുള്ളിക്കാരൻ എന്നെ കല്യാണം കഴിച്ചത്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ചേട്ടന്റെ കയ്യിലുണ്ടായിരുന്നു. അത് തീരുന്നത് വരെ കുഴപ്പമില്ല. അത് തീരുന്നതിന് മുമ്പ് നല്ലൊരു ജോലി സംഘടിപ്പിക്കാൻ കഴിയുന്നുള്ള കോൺഫിഡൻസ് ചേട്ടനുണ്ട്. ജോലി കിട്ടുന്നതിന് മുമ്പേ ചേച്ചി കല്യാണം കഴിക്കേണ്ടി വരുന്ന ചേട്ടന് നേരത്തെ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും കുറെ കാശും സ്വർണമൊക്കെ സംഘടിപ്പിച്ചു വെച്ചത്. എങ്ങനെയായിരിക്കും ചേട്ടൻ അതൊക്കെ സംഘടിപ്പിച്ചത്? ജോലിയില്ലല്ലോ. ഈ പാർവതിക്ക് എന്തൊക്കെ അറിയേണ്ടത്? ഓർണമെന്റ്സും ക്യാഷും ഒക്കെ എങ്ങനെ സംഘടിപ്പിച്ചു എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കുട്ടിക്ക് അത് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. ഞാൻ വിളിക്കാം. അയ്യോ വേണ്ട. ആന്റിയും കുട്ടിയും എന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചതല്ലേ? നിങ്ങളെ എനിക്ക് എന്റെ ഹസ്ബൻഡിന് പരിചയപ്പെടുത്തി കൊടുക്കണം. കോൾ എടുത്തില്ലെങ്കിൽ ഇനി ഒരാഴ്ച അവള് മുഖം വീർപ്പിച്ച് നടക്കും. ഹലോ സ്വാതി. ചേട്ടൻ ഇത് എവിടെയാ? പൂവ് ഇവിടെയെങ്ങും ഇല്ല.
ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് വരെ പോവേണ്ടി വന്നു. അതാ വൈകിയത്. വേഗം വാ, എനിക്ക് രണ്ടുപേരെ പരിചയപ്പെടുത്താനുണ്ട്. ദാ ഞാൻ എത്തി.